ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ നെയ്മർ ബാഴ്സലോണയിലും PSG-യിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി. ഇപ്പോൾ സൗദി ക്ലബ് അൽ ഹിലാലിന്റെ താരമാണ് നെയ്മർ. PSG-യിൽ നിന്ന് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ അൽ ഹിലാലിലെത്തിയ നെയ്മറിന് 5 മത്സരങ്ങളിലെ ആകെ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഉറുഗ്വേക്കെതിരായ മത്സരത്തിൽ ഗുരുതര പരിക്കേറ്റ നെയ്മർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഇതോടെ നെയ്മർ കളത്തിന് പുറത്താവുകയും ചെയ്തു. ഈ സീസണിൽ നെയ്മറിന് ഇനി തിരിച്ചു വരാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വരുന്ന സീസണിൽ നെയ്മർ അൽ ഹിലാൽ വിടുമെന്ന അഭ്യൂഹം ശക്തമാണ്. ബാഴ്സലോണയിലേക്ക് മടങ്ങാൻ നെയ്മറിന് താൽപ്പര്യമുണ്ടെങ്കിലും സ്പാനിഷ് ക്ലബിന്റെ സാമ്പത്തിക ഞെരുക്കം തടസ്സം നിൽക്കുന്നു. നെയ്മർ വൈകാതെ തന്നെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ്. ബ്രസീലിയൻ മാധ്യമം UOL-ആണ് സാന്റോസ് നെയ്മറിനെ തിരികെ എത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 2025 വരെ അൽ ഹിലാലുമായി കരാറുള്ള നെയ്മറെ അടുത്ത വർഷം ലോണിനും പിന്നീട് സ്ഥിരം കരാറിലും സ്വന്തമാക്കാനാണ് സാന്റോസിന്റെ ശ്രമമെന്നാണ് UOL റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 ലോകകപ്പിൽ കിരീടം നേടുകയാണ് നെയ്മറിന്റെ ലക്ഷ്യം. ഇതിനായി സാന്റോസിനൊപ്പം ഒരുങ്ങുന്നതാണ് നല്ലതെന്ന് നെയ്മർ വിശ്വസിക്കുന്നുവെന്നും ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ഉറ്റ സുഹൃത്തുക്കളായ മെസ്സി, സുവാരസ് എന്നിവർക്കൊപ്പം കളിക്കാൻ നെയ്മർ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.